ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗൂർഖകളെക്കുറിച്ച് ആലോചിക്കുകയാണ്. കാര്യം ഈ ഗൂർഖകളെക്കുറിച്ച് ആലോചിക്കാൻ മറ്റൊന്നുമില്ല, വീട്ടിലെ ക്യാമറ 2 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇത് നമ്മളെ കണക്ഷൻ എനിക്ക് ഓർമ്മ വന്നത്. കാര്യം നമ്മുടെ അവിടെയൊക്കെ, അതായത് ഈ കോട്ടയത്തെ പള്ളിപ്പുറത്താവ് കോടിമത സ്ഥലത്തൊക്കെ ഞങ്ങൾക്കൊരു ഗൂർഖ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഈ ഗൂർഖ എല്ലാ ദിവസവും രാത്രിയിൽ നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. മാത്രമല്ല, ഗൂർഖ ഒരു വിസിലടിക്കും. ഏകദേശം 12 മണിക്കാണ് വിസിലടിക്കുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ഒരിക്കൽ ഈ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ പ്രൊട്ടക്റ്റഡ് ആണെന്നൊക്കെ ഞങ്ങൾക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഗൂർഖ സാധാരണഗതിക്ക് അങ്ങനെ നമുക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. ഇവർ ഒരു 1-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അവിടെ വരുന്നത്. അതിൻ്റെ ഫീസ് മേടിക്കാൻ വരുന്നതാണ്. നല്ല നീറ്റ്ലി ഡ്രസ്ഡാണ്, കാക്കി ഷർട്ടും കാക്കി പാൻറ്റും പിന്നെ ഒരു ചെറിയ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ്. വളരെ പ്ലസൻ്റാണ്, ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുള്ളൂ. അപ്പം ഈ സാധനക്കള്ളന്മാരെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ടഫാണ്. പക്ഷേ ഈ നമ്മുടെ അടുത്ത് ഗൂർഖ അങ്ങനെയല്ല, വളരെ സോഫ്റ്റാണ്. പിന്നെ നമ്മളോട് പൈസ ചോദിക്കും, കൊടുത്തില്ലെങ്കിലും പുള്ളിയൊന്നും പറയുകയില്ല. പുള്ളി നല്ലതാണോ എന്താ പറയുന്നത് മനസ്സിലാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി അറിയാൻ മേലാത്ത കാരണം. പിന്നെ അതുകൂടാതെ ഇവർ സത്യത്തിൽ കോട്ടയത്തെ ഏരിയയിൽ എല്ലാ സ്ഥലത്തും ഞാൻ ഈ സെക്യൂരിറ്റി കണ്ടിട്ടുണ്ട്. അപ്പം ഈ സെക്യൂരിറ്റി ജോബ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്, ആരാണ് ഇവരെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരറിവും നമുക്കാർക്കും ഇല്ല. ഇതൊരു സങ്കല്പമാണ്. പിന്നെ അതുകൂടാതെ ഇവരുടെ ഇവരുടെ കൂടുതൽ ഇവർ സൈക്കിളിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ എവിടുന്നാണ് ഇവർ വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും വളരെ വ്യക്തമായിട്ട്, താമസിക്കുന്ന സ്ഥലം ഇതിനെപ്പറ്റിയൊന്നും വലിയ വ്യക്തത ഇല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊരു കത്തിയുണ്ട്. സാമാന്യ ഇതിൽ കുറച്ച് വലിപ്പമുള്ളൊരു കത്തിയുണ്ട്. ഈ കത്തിയുടെ ഉറയിൽ ഊരിക്കഴിഞ്ഞാൽ പിന്നെ അത് രക്തം കാണാതെ ഈ കത്തി പുള്ളി തിരിച്ചിടുകയില്ല എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഗൂർഖ കാണുമ്പം ഗൂർഖയൊക്കെ കൂടുതലുപരി ഈ കത്തിയാണ്, കത്തി എപ്പോഴാണ് ഊരാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിവേ, ആ നല്ലവരായ ഗൂർഖകളെയൊക്കെ ഞാനിപ്പം, അല്ലെങ്കിൽ നമ്മുടെ ഗൂർഖയൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. കാര്യം എന്തൊരു വലിയ മനസ്സമാനാണ് അവരെ പോലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പം അങ്ങനെ ഗൂർഖകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ, കാണുമായിരിക്കും. എന്തായാലും അവർക്ക് നന്ദി.